ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 20-ാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം നമുക്ക് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായ എല്ലാ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മ വഴി തമ്പുരാന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകും എന്നുള്ളതാണ്. ആരെയും ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും ഓരോ പ്രാർത്ഥനകളും അമ്മ ദൈവത്തിന് സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങി തരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായാലും, ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത ഉള്ളവരായാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ നമ്മുടെ അരികിൽ വരും. അമ്മ നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ ഏത് അവസ്ഥയിലേക്ക് അധപതിച്ചാലും ജപമാല പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കൈപിടിച്ച് ഉയർത്തും. അമ്മ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോയുടെ കുരിശ് മരണത്തിന് സമയത്ത് ഈശോ ഒറ്റയ്ക്കായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു വാക്യമുണ്ട്: മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ തനിച്ചായിരിക്കാം. ഒത്തിരി പേർ കൂടെ ഉണ്ടെങ്കിലും ഒരു ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നിരാശയുടെ, സങ്കടത്തിന്റെ അവസ്ഥയിലൂടെയെല്ലാം കടന്നു പോവുകയായിരിക്കാം. പക്ഷേ സാരമില്ല, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ നിന്റെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സഹായം ഉണ്ടായിരിക്കും. വിശ്വസിക്കണം നമ്മൾ. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.